Hi everyone. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രസക്തമാകുന്ന ചില വസ്തുതകളെക്കുറിച്ചാണ്. അതായത് തെളിവ് നിയമത്തിൽ ഒരു സാക്ഷി കൊടുക്കുന്ന തെളിവുകൾ മറ്റു തരത്തിൽ കിട്ടുന്ന തെളിവുകൾ അതൊക്കെ എപ്പോഴാണ് പ്രസക്തമാകുന്നത്, അതായത് റെലവൻ്റ് ആകുന്നത്. റെലവൻസി ഓഫ് ഫാക്റ്റ്, റെലവൻസി ഓഫ് എവിഡൻസുകളാണ്. അപ്പോൾ ഇത് പ്രസക്തമായാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കോടതി ഈ പറയുന്ന തെളിവുകൾ ഏതെങ്കിലും തരത്തിൽ കോടതിക്ക് മുന്നിലെത്തുന്ന കേസുകളിൽ ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. റെലവൻ്റ് ആയ ഒരു ഫാക്റ്റ് ആയിരിക്കണം, റെലവൻ്റ് ആയ ഒരു വസ്തുതയായിരിക്കണം. ഓക്കെ, അത്തരത്തിൽ പ്രസക്തമായ തെളിവുകൾക്ക് മാത്രമേ എന്തുള്ളൂ, പ്രസക്തിയുള്ളൂ. ആ തരത്തിലുള്ള തെളിവുകൾ മാത്രമേ കോടതി അംഗീകരിക്കുകയുള്ളൂ. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു പ്രൊവിഷൻ, ഏറ്റവും വലുതായിട്ടുള്ള ഒരു പ്രൊവിഷൻ സെക്ഷൻ 26 നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന മറ്റ് 2 പ്രൊവിഷൻസ് കൂടിയുണ്ട്. അപ്പോൾ അതിലേക്കാണ് പോകുന്നത് നമ്മൾ. അപ്പോൾ ആദ്യം പറയുന്നത് സെക്ഷൻ 22 സെക്ഷൻ 22 ഇതാണ് പറയുന്നത്: കൺഫഷൻ കോസ്ഡ് ബൈ ഇൻഡ്യൂസ്മെൻറ്റ്, ത്രെട്ട്, കൊയേർഷൻ ഓർ പ്രോമിസ് വെൻ ഇറലവൻറ്റ് ഇൻ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉള്ളതാണ്. അപ്പോൾ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ അതായത് കൺഫഷനാണ്. കൺഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റസമ്മതമാണ്. അപ്പോൾ അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തി അത് ഞാനാണ് ആ കുറ്റം ചെയ്തത് എന്ന് പറയുന്നതാണ് എന്ത്, കൺഫഷൻ എന്ന് പറയുന്നത്. സോ ആ കൺഫഷന് കാരണമാകുന്നത്, അപ്പം ഞാനൊരു കുറ്റസമ്മതം നടത്താൻ പോവുകയാണ്, ആ കുറ്റസമ്മതത്തിന് കാരണമാകുന്നത് ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡ്യൂസ്മെൻറ്റ്, പ്രചോദനമോ, അതല്ല ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡ്യൂസ്മെൻറ്റ്, അല്ലെങ്കിൽ ത്രെട്ടാണ്, ഭീഷണിയാണ്, അതല്ലെങ്കിൽ എന്താണ് ത്രെട്ട്, അതല്ലെങ്കിൽ എന്താണ് കൊയേർഷനും ത്രെട്ടും ഒക്കെ എന്ത് തന്നെയാണ്, ഭീഷണികളാണ്. അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ പ്രോമിസുകളാണ്. അപ്പോൾ എന്തെങ്കിലും കൊടുക്കാം, വാഗ്ദാനങ്ങളോ അങ്ങനെയൊക്കെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റ്, ത്രെട്ട്, കൊയേർഷൻ, പ്രോമിസുകൾ, ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള, അപ്പം ഇവിടെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന മതീഷ് പറയുകയാണ് എന്താണ്, ഞാൻ കൊലപാതകം നടത്തി, ഞാനാണിത് ചെയ്തത് എന്ന് മതീഷ് പറയാനുണ്ടായ കാരണം, കോടതി പിടിച്ച് വിചാരണ ചെയ്യുമ്പോൾ കോടതിക്ക് തോന്നി മതീഷിൻ്റെ ഈ ഒരു കൺഫഷൻ എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, മതീഷിനെ അടിച്ച് ഇടിച്ച് പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി എന്തൊക്കെയോ കൊടുക്കാമെന്ന് പ്രോമിസൊക്കെ കൊടുത്തിട്ടാണ് മതീഷ് ഇതിലൊക്കെ മനം മയങ്ങി പോയിട്ടാണ് ഇപ്പോൾ എന്ത് പറയുന്നത്, ഈ കുറ്റസമ്മതം തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്, കുറ്റമേറ്റിരിക്കുന്നത് എന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത്തരം ക്രിമിനൽ പ്രൊസീഡിങ്സുകളിൽ ആ പറയുന്ന കുറ്റസമ്മതം എന്താണ്, ഇറലവൻ്റ് ആണ്. ഓക്കെ, നമ്മളത് ഒട്ടും നോക്കണ്ട. കോടതിക്ക് തോന്നുകയാണ് ഇവൻ പറയുന്നത് എന്താണ്, ഇവനെ ആരോ എങ്ങനെയോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഇവൻ എന്തോ തക്കതായ പ്രതിഫലം കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ത്രെട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊന്നുമല്ല, മറ്റേതോ ഒരു തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മതീഷിനെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇൻഡ്യൂസ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള കേസുകളിൽ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സിൽ ഏതൊക്കെ തരത്തിലാണ്, ഒന്നുകിൽ ത്രെട്ട് വഴി, അതല്ലെങ്കിൽ കൊയേർഷൻ, അല്ലെങ്കിൽ പ്രോമിസ്. അപ്പോൾ ഈ തരത്തിലാണ് ഒരു വ്യക്തി എന്താണ് കൺഫഷൻ നടത്തിയത് എങ്കിൽ, അപ്പോൾ കൺഫഷൻ നടത്തുന്നതിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം, കൺഫഷൻ എപ്പോഴും എന്താണ്, ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിലേ കൺഫഷൻ നടത്താൻ പാടുള്ളൂ. ആ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ മജിസ്ട്രേറ്റിനോട് പറയുന്നത്, മജിസ്ട്രേറ്റിനോട് പറയുന്നത് മാത്രമാണ് കൺഫഷൻ. അവിടെ ഒരു പോലീസുകാരനോട് പറയുന്ന, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നത് അത് ഒരിക്കലും കൺഫഷൻ അല്ല. അപ്പോൾ അത് കുറ്റസമ്മതമല്ല. അപ്പോൾ നമ്മൾക്കത് നോക്കാം. അപ്പോൾ ഒരു കൺഫഷൻ മേക്ക് ചെയ്യുന്നത് ഒരു അക്യൂസ്ഡ് പേഴ്സൺ ആണ്. ഓക്കെ, അക്യൂസ്ഡ് പേഴ്സൺ ആണ്, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി. ഓക്കെ, ഇത് ചെയ്തത്, ഈ കൊലപാതകം ചെയ്തത് മതീഷാണ് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. അയാൾ പറഞ്ഞ ഈ കൺഫെഷൻ എന്ന് പറയുന്നത് ഇറലവൻ്റ് ആണ്, അപ്രസക്തമാണ്. എപ്പോഴാണ് ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സിൽ അത് അപ്രസക്തമാകുന്ന സാഹചര്യങ്ങളാണ് ഇത് പറയുന്നത്. ഒന്ന്, ഇഫ് ഹി മേക്കിംഗ് ഓഫ് ദ കൺഫഷൻ, ഇയാൾ മേക്ക് ചെയ്ത ഈ കൺഫഷൻ എന്ന് പറയുന്നത് കോടതിക്ക് അത് എന്തായിട്ടാണ് ബോധ്യപ്പെട്ടത്. അപ്പോൾ കോടതിയുടെ മുന്നിൽ അപ്പിയർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കോസ്ഡ് ബൈ, ഈ കൺഫെഷൻ കാരണം എന്ന് പറയുന്നത് ഏതോ തരത്തിലുള്ള എന്താണ് കൈകടത്തലുകൾ അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റുകൾ, ഓക്കെ, പ്രചോദനം, ത്രെട്ട് അല്ലെങ്കിൽ കൊയേർഷൻ അല്ലെങ്കിൽ പ്രോമിസ് ഹാവിങ് റെഫറൻസ് ടു ദ ചാർജ് എഗെയിൻസ്റ്റ് ദ അക്യൂസ്ഡ് പേഴ്സൺ. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ അക്യൂസ്ഡ് പേഴ്സണ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചാർജ് ഉണ്ടല്ലോ, അപ്പോൾ ഈ അക്യൂസ്ഡ് പേഴ്സൺ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊസീഡിങ് ഫ്രം ആൻ പേഴ്സൺ ഇൻ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കൊയേർഷൻ അതല്ലെങ്കിൽ ത്രെട്ട്, ഇൻഡ്യൂസ്മെൻ്റ് ഒക്കെ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഒരു അതോറിറ്റിയുടെ സൈഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ആരുടെ ഒപ്പീനിയനാണ്? കോടതി ഇരുന്ന് നോക്കുകയാണ്, അല്ലാതെ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന തെളിവുകൾ നമ്മൾ അങ്ങോട്ട് കൊണ്ട് നിരത്തി നിർത്തുന്ന പിന്നെ നിതിൻ മുതലായ എന്താണ് സാക്ഷികളുടെ എല്ലാവരും കോടതി അങ്ങ് അംഗീകരിക്കുന്നില്ല. കോടതി പിടിച്ചു നിർത്തി നോക്കും, ഇവരുടെ ക്രെഡിബിലിറ്റി നോക്കും, ഇവരുടെ വിശ്വാസ്യത നോക്കും, എത്രത്തോളം പ്രസക്തമാണ് ഇവന്മാർ പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവന്മാർ പറയുന്നതിനകത്ത് എന്തോ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതായത് അത് അവിടെ റീസണബിളായിട്ട് അങ്ങനെ സപ്പോസ് ചെയ്യാനുള്ള കാരണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ആ പ്രൊസീഡിങ്സ്, ഇദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന ഈ പ്രൊസീഡിങ്സിൽ ഇദ്ദേഹം കൊടുത്ത മൊഴി എന്തായിട്ടല്ലാതെ മാറും? അപ്രസക്തമായിട്ട് മാറുന്നതാണ്. അതാണ് സെക്ഷൻ 22 പറയുന്നത്. നിങ്ങൾ ഇത്രയും ആലോചിച്ചിരുന്നാൽ മതി. ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിച്ച് ഇടിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച് അവനെ കൊണ്ട് കുറ്റസമ്മതം നടത്തിപ്പിച്ച് അവൻ കോടതിയുടെ മുമ്പിൽ വന്ന് നിന്ന് ഞാനാണ് കോടതി കുറ്റം ചെയ്യുന്നത് എന്ന് പറയുകയും കോടതി അവനെ എന്താണ് ട്രയൽ നടത്തി അവൻ്റെ എന്താണ് എക്സാമിനേഷൻ്റെ സമയത്ത് കോടതിക്ക് മനസ്സിലാവുകയാണ് ഇതിലെന്തോ തരത്തിലുള്ള കൈകടത്തലുകൾ മൂലമാണ് ഇവൻ സംസാരിക്കുന്നത് എന്ന് തോന്നുകയും ചെയ്തു കഴിഞ്ഞാൽ നീ അവിടെ മാറിയിക്ക്, നിൻ്റെ എന്താണ് നീ പറയുന്ന ടെസ്റ്റിമോണി, നിൻ്റെ ഈ പറയുന്ന എന്താണ് വിറ്റ്നസ്, സാക്ഷിമൊഴികൾ, ഈ തെളിവുകൾ വേണ്ട, നീ ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് കോടതിക്ക് പറയാം. അത് അപ്രസക്തമാണ്, ഇറലവൻ്റ് ആണ്, കൺസിഡർ ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് തീരുന്നില്ല. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് മാത്രമല്ല, if the confession is made after the impression caused by any such inducement, threat, coercion or promise has the opinion of the court been fully removed is relevant. അതായത് കോടതിക്ക് തോന്നി ഇവനെ അടിച്ച് ഇടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണല്ലോ മതീഷ് പറഞ്ഞ കോടതി ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെയുള്ള കോടതിയുടെ സംശയത്തിന് എന്ത് ചെയ്തു? അതിനെ ഫുള്ളി റിമൂവ് ചെയ്തു. അങ്ങനെ ഒരു സംശയത്തിന്, അതായത് ആ ഡൗട്ടുകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുകയാണ്. കോടതിക്ക് എന്തിൻ്റെ ആവശ്യം? അതായത് കോടതി അങ്ങനെ സ്വാഭാവികമാണ്, ഡൗട്ട് വരും. അല്ലെങ്കിൽ തന്നെ മതീഷ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അല്ല, അപ്പോഴാണ് ഇതും കൂടെ പറയുന്നത്. അപ്പോൾ എന്താണ്, കോടതിക്ക് ആ പറയുന്ന ഡൗട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് അതിന് മറ്റ് തെളിവുകൾ സമർപ്പിച്ച് ആ രീതിയിൽ എന്താണ് ഡൗട്ടുകൾ ഫുള്ളി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, മതീഷ് പറയുന്നത് ഓക്കെ ആണ്, കോടതിക്ക് പ്രസക്തമാണ്, കോടതി ആ തെളിവ് സ്വീകരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റെലവൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെയും തീരുന്നില്ല. എന്നിട്ട് വീണ്ടും പറയുന്നു, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ്, വീണ്ടും പറയുന്നു ഈ കൺഫെഷൻ മറ്റേതെങ്കിലും തരത്തിൽ പ്രസക്തമാണെങ്കിൽ, അപ്പോൾ എന്താണ്, ഇഫ് സച്ച് എ കൺഫെഷൻ ഈസ് അതർവൈസ് റെലവൻ്റ്, ഈ തരത്തിലുള്ള മതീഷ് മുതലായ ആൾക്കാർ ഇവിടെ വന്ന് നിന്ന് പറഞ്ഞ കുറ്റസമ്മതം മറ്റെവിടെയെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ പ്രസക്തമാണെങ്കിൽ, ഇറ്റ് ഡസ് നോട്ട് ബിക്കം ഇറലവൻറ്റ് മിയർലി ബിക്കോസ് ഇറ്റ് വാസ് മെയ്ഡ് അണ്ടർ എ പ്രോമിസ് ഓഫ് സീക്രസി ഓർ ഇൻ കോൺസിക്വൻസ് ഓഫ് ഡിസെപ്ഷൻ പ്രാക്ടീസ്ഡ് ഓൺ അക്യൂസ്ഡ്. അതായത് വേറൊന്നല്ല, ഇവിടെ പറഞ്ഞത് ഇരിക്കട്ടെ, ഇവിടെ പറഞ്ഞതിന് പക്ഷേ എന്നാൽ ഇവർ തമ്മിൽ മറ്റെവിടെയോ ഉള്ള ഒരു പ്രോമിസിൻ്റെ ഭാഗമായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഈ പറഞ്ഞത് വെൻ ഹി വാസ് ഡ്രങ്ക് ഓർ ബിക്കോസ് ഇറ്റ് വാസ് മെയ്ഡ് ഇൻ ആൻസർ ടു ക്വസ്റ്റ്യൻസ് വിച്ച് ഹി നീഡ് നോട്ട് ഹാവ് ആൻസർ. ഇത് മാത്രമല്ല, മറ്റെവിടെയോ വെച്ച് ഇയാളോട് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇയാൾ അതിന് ആൻസർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ടും ഇയാൾ ആൻസർ പറഞ്ഞു. അപ്പം നമ്മളെടുത്താണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നമ്മൾ എന്താണ് ചില ആൻസറുകൾ പറയുന്നു. ഈ ഉത്തരങ്ങളൊക്കെ അവസാനം നമ്മൾ പറയില്ലേ വാദി പ്രതിയായി എന്ന് പറയില്ല, ആ കേസായിട്ട് മാറും. അപ്പോൾ എന്താണ്, ഒരു കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകം നടന്ന സമയത്ത് എന്താണ് ഈ ക്രൈം സീൻ മഹസറൊക്കെ എഴുതാൻ പോകുന്ന സമയത്ത് കണ്ടു നിന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? അവിടെ ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഈ തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവസാനം വന്നപ്പോൾ ഇവൻ കൊന്നതുപോലുള്ള ചോദ്യങ്ങളായിട്ട് അങ്ങോട്ട് ചോദിക്കുന്നത് എന്ന രീതിയിലാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. വാട്ട് എവർ മേ ഹാവ് ബീൻ ദ ഫോം ഓഫ് ദോസ് ക്വസ്റ്റ്യൻസ് or because he was not warned that he was not bound to make such a confession and that evidence of it might be given against him എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്
ഓക്കെ, നിങ്ങൾ ഇവിടെ പറഞ്ഞ ഇപ്പം നമ്മൾ ഇപ്പോൾ അടിച്ചിടിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഒരു പ്രോമിസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കൺഫെഷൻസ്, അപ്പോൾ ഇത് മറ്റൊരു തരത്തിൽ റെലവൻ്റ് ആണെങ്കിൽ ഓക്കെ ഇറ്റ് ഡസ് നോട്ട് ബിക്കേം, അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇത് അപ്രസക്തം അല്ലാതെ ആകുന്നില്ല. അതാണ് അതിനോടൊപ്പം പറഞ്ഞത്. കാരണം ഇത് എന്താണ്, ഒരു രണ്ട് പേര് തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, ആ കോൺട്രാക്റ്റിൻ്റെ സീക്രസി എന്താണ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു പ്രോമിസാണ്. ആ പ്രോമിസാണ് ഇപ്പം ഇല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ കണ്ടോ, ആ മറ്റൊരിടത്ത് അത് പ്രസക്തമാണ്. അവിടെ പറഞ്ഞ പ്രോമിസ് ഞാനും മതീഷും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റ് സീക്രട്ട് നേച്ചറിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അത് പുറത്ത് പറയരുതെന്നാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെ വരുന്നത് ഓക്കെ അവിടെ ഒരു പ്രോമിസ് കണ്ടോ, അവിടെ ഒരു പ്രോമിസ് ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അതുപോലെ വരാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ ആ പറയുന്ന ഭാഗമെന്ന് പറയുന്നത് എന്താണ് അത് റിലവൻ്റ് ആയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത മാത്രമല്ല, ഇനി എന്താണ് ഒരാൾ കുടിച്ചിലൊക്കെ കെട്ട് മദ്യപിച്ച് മതോന്മത്തനായിരിക്കുന്ന ഡ്രങ്കൺ അവസ്ഥയിലോ അതല്ലെങ്കിൽ എന്താണ് ഇയാൾ പറയേണ്ടതല്ലാത്ത ചില ക്വസ്റ്റ്യൻസ് ഇയാളോട് ചോദിക്കുകയും അങ്ങനെ അയാൾ ഉത്തരം പറയുകയും ആ ഉത്തരങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് തെളിവുകളായിട്ട് സമർപ്പിച്ചിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാലോ, അങ്ങനെയുള്ള അയാൾ എന്താണ് ഡ്രങ്കൺ സ്റ്റേറ്റ് ആയിരുന്നു, എന്നോട് ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ഞാൻ പറഞ്ഞതാണ് എന്നുള്ള തെളിവുകളൊക്കെ ഈ പറയുന്ന എന്താണ് നമ്മൾക്കെതിരെ നമ്മുടെ ഈ മൊഴികൾ പ്രസക്തമാകുന്ന സമയത്ത് നമുക്കിതും സമർപ്പിക്കാവുന്നതാണ്. അതാണ് ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തതാണ് സെക്ഷൻ 23 കൺഫെഷൻ ടു പോലീസ് ഓഫീസർ. അപ്പോൾ സെക്ഷൻ 22 നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 22 പറയുന്ന ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. അടിച്ച് ഇടിച്ച് ഭീഷണിപ്പെടുത്തി ചെയ്യുന്ന കൺഫെഷൻസിന് പ്രസക്തിയില്ല എന്ന് അടിവരയിട്ട് പറയാൻ പറ്റില്ല. അത് കോടതിക്ക് തോന്നണം ഇവനെ അടിച്ച് ഇടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവനീ സംസാരിക്കുന്നത് എന്ന്. അങ്ങനെ കോടതിക്ക് തോന്നിയാൽ മാത്രമേ പ്രസക്തി ഇല്ലാതെ ആവുന്നുള്ളൂ. എന്നാൽ ഈ ഡൗട്ടുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് ആ പറയുന്ന എവിഡൻസ് കോടതിക്ക് റെലവൻ്റ് ആണ്, പ്രസക്തമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഒരു ചോദ്യമാണ്, നമ്മൾക്ക് ആരോട് കൺഫെഷൻ മേക്ക് ചെയ്യാമോ എന്നുള്ളത്. നമ്മൾക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് 23 സെക്ഷൻ ഇതാണ് പറയുന്നത്, കൺഫെഷൻ ടു പോലീസ് ഓഫീസർ. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് കൺഫെഷൻസ് കുറ്റസമ്മതം നടത്താമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നു, നോ കൺഫെഷൻ മേഡ് ടു എ പോലീസ് ഓഫീസർ ഷാൽ ബി പ്രൂവ്ഡ് ആസ് എഗെയിൻസ്റ്റ് എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുൻപാകെ പറയുന്ന കുറ്റസമ്മതത്തിന് എന്തില്ല, പ്രസക്തിയില്ല. അപ്പം നമ്മൾ ആരുടെ മുമ്പിൽ പറയണം ഇതെന്നുള്ളതാണ്. നോ കൺഫെഷൻ മേഡ് ടു എ പോലീസ് ഓഫീസർ എന്നുള്ള ഒരു പോലീസ് ഓഫീസറിൻ്റെ മുന്നിൽ മേക്ക് ചെയ്യുന്ന ഒരു കൺഫെഷനും എന്താണ് ഷാൽ ബി പ്രൂവ്ഡ് ആസ് എഗെയിൻസ്റ്റ് എ പേഴ്സൺ. അപ്പം ഞാൻ പറയുന്ന കുറ്റസമ്മതം ഇല്ലെങ്കിൽ ഓക്കെ നമുക്ക് മതീഷ് പറയുന്ന കുറ്റസമ്മതം ഞാൻ ഇത്രാം തീയതി ഇന്ന ദിവസം ഇത്രാം തീയതി ഞാൻ ഇത്ര മണിക്ക് ഇന്ന ആളെ എന്താണ് ഇന്ന സ്ഥലത്ത് വെച്ച് കത്തി കൊണ്ട് കുത്തുകയും ആ കുത്തിയ കത്തി ഞാൻ ഇന്ന വാഴത്തോപ്പിൽ കുഴിച്ചിടുകയും ഇയാളുടെ മൃതദേഹം ഞാൻ മറ്റൊരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയും ചെയ്യുന്നു എന്നാണ് എന്ത് പറയുന്നത് മതീഷിൻ്റെ എന്താണ് കുറ്റസമ്മതം എന്ന്. ഇപ്പം നമ്മൾ കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവിടെ ഒരു വാച്ച്മാൻ പുള്ളി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, കൺഫെഷൻസ് പോലെ പറയുന്നുണ്ടല്ലോ. അത് പ്രസക്തമാകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ എന്താ എക്സ്കവേഷൻസ് ഒക്കെ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നടന്നോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്തോ. അപ്പോൾ അത് പറയുകയാണ്. അപ്പോൾ ചുമ്മാ പറഞ്ഞാൽ പോരാ, അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന എതിർവാദം കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റുന്ന അതിലെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുന്നിലിരുന്ന് പറഞ്ഞാൽ അത് കോടതി എന്തായിട്ട് അംഗീകരിക്കത്തില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടാകും. ഓക്കെ, അതാണ് കോടതി പ്രൈമ ഫേഷ്യ പരിഗണിക്കുന്ന ഒരു കാര്യം. ഇനി അടുത്തത്, no confession made by any person while he is in the custody of a police officer. നോട്ട് ചെയ്ത് വെച്ചോണം, പോലീസ് ഓഫീസറിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്ന സമയത്ത് unless it is made in the immediate presence of a magistrate shall be proved against him. ഓക്കെ,
പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, ഈ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും കൺഫെഷനായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം? ഇമ്മീഡിയറ്റ് പ്രസൻസ്, അത്ര അടുത്ത്, അതായത് മജിസ്ട്രേറ്റ് ഇവിടെ ഇരിക്കുന്നത്, മജിസ്ട്രേറ്റിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ നിൽക്കുന്നത്. ഓക്കെ, അത്ര ഇമ്മീഡിയറ്റ് പ്രസൻസിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ അവിടെ ആരുണ്ടായിരിക്കണം? ഇമ്മീഡിയറ്റ് പ്രസൻസിൽ നമ്മളുടെ മജിസ്ട്രേറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, വെൻ എനി ഫാക്ട് ഈസ് deposed to us discovered in consequence of information received from person accused of any offence, the custody of police officer, in the custody of police officer, so much of such information, whether it amounts to a confession or not, as relates to distinctly to the fact discovered may be proved എന്നുള്ളതാണ്. ഓക്കെ, ഒരു പോലീസ് കസ്റ്റഡി, അപ്പോൾ നമ്മൾ വിചാരിക്കും ശരി ഇവന്മാരപ്പോൾ ഈ പോലീസൊക്കെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ഇട്ട് ഇവരുടെ അടുത്തൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്താണ് ഇവന്മാരൊക്കെ എന്ത് തെളിവാണ് ഇവർ കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മുടെ ഒരു മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ പറയുന്നതാണ് എന്താണ്, ഓക്കെ, അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ ഇയാൾ ഇതൊക്കെ തന്നെ പറയും. ഞാൻ ഇന്നയാളെ എന്താണ് മതീഷ് പറയാണ്, ഞാൻ ഇന്നയാളെ ഇന്നടുത്ത് വെച്ച് കൊന്നു, കത്തി ഇന്നടുത്ത് കൊണ്ട് ഒളിപ്പ് PK ലേണിങ്സിൻ്റെ ബിൽഡിങ്ങിൽ അവിടെ കൊണ്ടുവന്ന് സ്റ്റുഡിയോ റൂമിൻ്റെ എന്താണ് ക്യാമറയുടെ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് അത് പോലീസ് കൂടെ ചെന്ന് ഈ തെളിവ് ഇദ്ദേഹം പറഞ്ഞത് കസ്റ്റഡി ഓഫ് പോലീസ് ഓഫീസർ സോ മച്ച് ആസ് ഓഫ് സച്ച് ഇൻഫർമേഷൻ, അവിടെ നിന്ന് കിട്ടുന്ന പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് മതീഷ് പറഞ്ഞു കൊടുത്ത ആ ഇൻഫർമേഷൻ വെദർ ഇറ്റ് അമൗണ്ട്സ് ടു കൺഫെഷൻ ഓർ നോട്ട്, ഓക്കെ, അത് കൺഫെഷൻ ആകാം അല്ലാതെ ഇരിക്കാം, ആസ് റിലേറ്റ്സ് ടു ഡിസ്റ്റിങ്ക്ലി ടു ദ ഫാക്ട്സ് ഡിസ്കവേർഡ് മേ ബി പ്രൂവ്ഡ് എന്ന്. അപ്പോൾ എത്രത്തോളം മതീഷ് പറഞ്ഞ വസ്തുത തെളിയിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം, അതേ ഉള്ളൂ. അപ്പം മതീഷ് ഇങ്ങനെ അവിടുന്ന് പറയുകയാണ് ഇന്ന സ്ഥലത്ത് ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? പോലീസ് വരുന്നു, മതീഷിനെയും കൊണ്ടുവരുന്നു, എന്താണ് ഇന്ന സ്ഥലത്ത് നിന്ന് കത്തി പൊക്കിയെടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി മതീഷ് പറഞ്ഞ കാര്യം നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, കോടതിയുടെ മുന്നിൽ തെളിവുകൾ സഹിതം പറയാൻ പറ്റും. അപ്പോൾ മതീഷ് പറഞ്ഞു ഞാൻ ഇന്ന ആളെ കൊന്നു, ആ പറയുന്ന ആയുധം ഇന്ന സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുമ്പോൾ പോലീസ് ആ ആയുധം കണ്ടെടുത്തു, ഈ പറയുന്ന കാര്യം സത്യമാണ്, ഈ എന്തായാലും ആയുധം കണ്ടെടുത്തിട്ടുണ്ട്. ഇനി മതീഷ് തന്നെയാണോ ചെയ്തത് എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇത് കൺഫെഷൻ ആണെങ്കിലും അല്ലെങ്കിലും ആ പറഞ്ഞ വസ്തുത മാത്രം പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഈ പറയുന്ന പ്രസക്തമായ ഭാഗം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതാണ് പറയുന്നത് സെക്ഷൻ 24. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങൾ റെലവൻസി ഫാക്റ്റുകളെ കുറിച്ചാണ്. സെക്ഷൻ 24 ഇതാണ് പറയുന്നത്. അതായത് consideration of proved confession affecting person making it and others jointly under trial for same offense എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന കൺഫെഷൻ, കുറ്റസമ്മതം നടത്തുന്ന ആളെയും, അതായത് എന്താണ് കൺസിഡറേഷൻ ഓഫ് പ്രൂവ്ഡ് കൺഫെഷൻ അഫക്റ്റിംഗ് പേഴ്സൺ മേക്കിംഗ് ഇറ്റ്, അപ്പോൾ ആരാണോ കുറ്റസമ്മതം നടത്തുന്നത് അപ്പോൾ ആ ആളെയും, അതുമാത്രമല്ല മേക്കിംഗ് ഇറ്റ് ആൻഡ് അതേഴ്സ് ജോയിൻ്റ്ലി, അപ്പം എന്താണ് കുറ്റസമ്മതം നടത്തുന്ന ആളെയും ഒരേ കുറ്റത്തിന് അതേഴ്സ് ജോയിൻ്റ്ലി അണ്ടർ ട്രയൽ എന്നുള്ള, ഒരേ കുറ്റത്തിന് കൂട്ടായി വിചാരണ ചെയ്യപ്പെടുന്ന മറ്റാളുകളെയും ബാധിക്കുന്ന തരത്തിലുള്ള തെളിവ് കുറ്റസമ്മതത്തിൻ്റെ പരിഗണനയാണ് 24. അപ്പോൾ ഒന്നും കൂടെ പറയാം. 1, കുറ്റസമ്മതം നടത്തുന്ന ആൾ എന്നെ ബാധിക്കും. 2, ഞാനും മതീഷും കൂടെ ചേർന്നാണ് കൊലപാതകം നടത്തിയത്. അപ്പം ഞാനും മതീഷും ചേർന്ന് നിതിനെ കൊലപാതകം ചെയ്യുകയാണ്. അപ്പോൾ അപ്പോൾ ഇതിൽ മതീഷ് കാല് മാറി, അവന് വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പം മതീഷ് കാല് മാറി, മതീഷ് പറയുകയാണ് ഞാനും നയന മിസ്സും കൂടി ചേർന്നാണ് നിതിനെ കൊലപാതകം നടത്തിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് കൂട്ടായിട്ടാണ് ഒരു കുറ്റം ചെയ്തത്. എന്നെയും മതീഷിനെയും, അതായത് 2 വ്യക്തികളെ, 2ഓ അതിലധികമോ വ്യക്തികളെ ഒരുമിച്ചാണ് വിചാരണ ചെയ്യുന്നത്. അങ്ങനെ വിചാരണ ചെയ്യുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരുത്തൻ, അപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ കുറ്റസമ്മതം നടത്തുകയാണ്. അപ്പോൾ മതീഷ് പറഞ്ഞു ഞാനും നയന മിസ്സും കൂടി ചേർന്നാണ് ആരെ കൊലപാതകം ചെയ്തത്? നിതിനെ കൊലപാതകം ചെയ്തത് എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ മതീഷിൻ്റെ ഈ ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? ആ സ്റ്റേറ്റ്മെൻറ്റ് മതീഷിനെതിരെയും ഉപയോഗിക്കും, കൂട്ടാളിയായ എനിക്കെതിരെയും ഉപയോഗിക്കാം. അതാണ് സെക്ഷൻ 24 പറയുന്നത്. അതായത് കുറ്റസമ്മതം നടത്തുന്ന ആളെയും
ഒരേ കുറ്റത്തിന് കൂട്ടായി വിചാരണ ചെയ്യപ്പെടുന്ന മറ്റാളുകളെയും ബാധിക്കുന്നതും തെളിയിക്കപ്പെട്ടതുമായ ബാധിക്കുന്നതുമാണ്. ഓൾറെഡി നിതിൻ മരിച്ചു, കൊലപാതകമാണ് എന്ന് പ്രൂവ്ഡാണ്. ഓക്കെ, ആ തരത്തിലുള്ള കുറ്റങ്ങളിൽ ആ കുറ്റസമ്മതത്തിൻ്റെ എന്താണ് പ്രസക്തി അല്ലെങ്കിൽ പരിഗണന എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടായ കേസ് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കുറ്റങ്ങളിൽ എന്താണ് ഒരാൾ ഇതേപോലെ കുറ്റസമ്മതം നടത്തിക്കഴിഞ്ഞാൽ അത് പ്രസക്തമാണോ? പ്രസക്തമാണ്. കണ്ടോ? അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അയാളെയും ബാധിക്കും, കുറ്റസമ്മതം നടത്തുന്ന ആളെയും ബാധിക്കും, കൂട്ടുപ്രതിയെയും ബാധിക്കും എന്നുള്ളതാണ്. അത് കോടതിക്ക് പരിഗണിക്കാം. കാരണം കോടതി നോക്കുമ്പോൾ രണ്ടെണ്ണം വന്ന് നിൽക്കുന്നു, ഇതുങ്ങൾ രണ്ടും കൂടിയാണ് കൊലപാതകം ചെയ്തത്, എന്നിട്ട് കൂട്ടത്തിൽ ഒരാൾ പറയുന്നത് ഞാൻ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറയാണ് ഞങ്ങൾ രണ്ടും കൂടെ ചെയ്തതാണ്. അപ്പോൾ കോടതിക്ക് അത് പരിഗണിക്കാം. അതാണ് പറയുന്നത്, എപ്പോഴാണോ വെൻ മോർ പേഴ്സൺസ് ദാൻ വൺ ആർ ബീയിങ് ട്രൈഡ് ജോയിൻ്റ്ലി, അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കെ അതിനകത്ത് ഒരാളും, അപ്പോൾ ഇവരെ എല്ലാവരും ഒരുമിച്ചാണ് എന്താണ് കൂട്ടവിചാരണയാണ് ചെയ്യുന്നത്. അതായത് ഒറ്റ കേസിൽ ഇവരെ തന്നെ 1, 2, 3 സാക്ഷികളായിട്ട് ഒരേപോലെ തന്നെ, കാരണം ഒറ്റ കേസാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരേ ഒഫൻസിനായിട്ട് കൂട്ടായി വിചാരണ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൺഫെഷൻ മെയ്ഡ് ബൈ വൺ ഓഫ് സച്ച് പേഴ്സൺസ്, കണ്ടോ, ഈ കുറ്റവാളികളിൽ ഒരുത്തൻ കൺഫെഷൻ നടത്തുകയും അഫക്റ്റിംഗ് ഹിംസെൽഫ്, അപ്പം മതീഷ് പറഞ്ഞ കുറ്റസമ്മതം മതീഷിനെയും അത് പ്രതികൂലമായി ബാധിക്കുന്നു. കാരണം മതീഷ് കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെളിവ് അയാൾക്കെതിരെ തന്നെ ഉപയോഗിക്കില്ലേ. അപ്പോൾ അഫക്റ്റിംഗ് ഹിംസെൽഫ് ആൻഡ് സം മദർ ഓഫ് സച്ച് പേഴ്സൺ, മതീഷിനെ മാത്രമല്ല കൂടെ നിന്ന് എന്നെയും അത് ബാധിക്കില്ലേ. അപ്പോൾ മാത്രമല്ല അത് തെളിയിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, മതീഷ് പറഞ്ഞത് പ്രകാരമുള്ള എല്ലാ തെളിവുകളും കിട്ടി, ഏത് രീതിയിലാണ് കൊന്നതെന്നും പറഞ്ഞു കൊടുത്തു, വിവരിച്ചു കൊടുത്തു, അതിനുള്ള തെളിവുകളും കിട്ടി. അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ കോടതിക്ക് ഇതിനെ പരിഗണനയിൽ എടുക്കാവുന്നതാണ്. കുറ്റവാളി പറഞ്ഞ ഈ പ്രസ്താവന അയാൾക്കെതിരെയും കൂട്ടുപ്രതികളായി നിൽക്കുന്ന മറ്റുള്ളവർക്കെതിരെയും കോടതിക്ക് പരിഗണിക്കാവുന്നതാണ്. അതാണ് സെക്ഷൻ 24 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഇനി ഇവിടെ തന്നെ അതിൻ്റെ രണ്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ എക്സ്പ്ലനേഷൻ പറയുന്ന ഇതാണ്, ഇവിടെ എന്താണ് ഒഫൻസ് എന്നുള്ളതാണ്. ഒഫൻസ് എന്ന് പറയുന്നത് അബറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ദ ഒഫൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുറ്റം ചെയ്യാൻ എന്നുള്ളതാണ്. ഞാൻ കൂടെ നിന്ന് മതീഷിനെ എന്ത് ചെയ്താലും മതി, അബെറ്റ് ചെയ്താലും മതി, പ്രേരിപ്പിച്ചാലും മതി, ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ചെയ്യണമെന്നില്ല. ഇല്ലെങ്കിൽ ഈ പറയുന്ന അറ്റംപ്റ്റ് കമ്മിറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അറ്റംപ്റ്റ്, അപ്പോൾ അത് ശ്രമിച്ചാലും മതി, അതെല്ലാം ഈ ഒഫൻസ് എന്ന് പറയുന്നതിൻ്റെ പരിഗണനയിൽ വരും, കുറ്റം എന്ന് പറയുന്നതിൻ്റെ പരിഗണനയിൽ വരും. അടുത്ത് പറയുന്നു, എ ട്രയൽ ഓഫ് മോർ പേഴ്സൺ ദാൻ വൺ ഹെൽഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി അക്യൂസ്ഡ് ഹു ഹാസ് absconded or who fails to comply with the proclamation issued under section 84 Bharatiya Nagarik Suraksha Sanhita shall be deemed to be joint trial for the purpose of this section. അപ്പോൾ ഞാനുണ്ട്, മതീഷുണ്ട്, ഈ മറ്റൊരാളും കൂടെ ചേർന്നിട്ടാണ് കൊലപാതകം നടത്തിയത്. അപ്പോൾ ആ മറ്റൊരാളെന്ന് പറയുന്ന ഇസഡ് എന്ന് പറയുന്ന പേഴ്സൺ ഇതിനകത്തുനിന്ന് ചാടിപ്പോയി, അബ്സ്കോണ്ടഡ് ആയിപ്പോയി, അതായത് പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ബാക്കിയുള്ളവരെ ചേർത്ത് എന്ത് ചെയ്യാണ്, വിചാരണ നടക്കുകയാണ്. അപ്പോൾ എന്താണ്, എ ട്രയൽ ഓഫ് മോർ പേഴ്സൺ ദാൻ വൺ ഹെൽഡ് ഇൻ ദ, അപ്പോൾ ഒരാളുടെ ആബ്സെൻസിൽ ട്രയൽ നടത്തുകയും ഓഫ് ദി ആബ്സെൻസ് ഓഫ് ദ അക്യൂസ്ഡ് ഹു ഹാസ് ആബ്സ്കോണ്ടഡ്, അവൻ ഓടിപ്പോയി കളഞ്ഞ്, ഓർ ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊക്ലമേഷൻ ഇഷ്യൂഡ്, അതായത് ഇവൻ ഇന്ന ആളെ കാണാനില്ല, ഇത്ര ദിവസം ഇന്ന തീയതിയിൽ എന്താണ് വിചാരണയ്ക്ക് ഹാജരാകണമെന്നുള്ള പ്രൊക്ലമേഷൻ എന്നൊരു ഇത് വന്നിട്ടുണ്ടെങ്കിലും അയാൾ നോട്ടീസ് കിട്ടിയെങ്കിൽ അയാൾക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ സെക്ഷൻ 84 BNSS അനുസരിച്ച് അപ്പോഴെന്താണ്, അവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് എന്തായിട്ട് തന്നെ കണക്കാക്കും, ജോയിൻറ്റ് ട്രയൽ ആയിട്ട് തന്നെ കണക്കാക്കുന്നതാണ്. അപ്പോൾ 4 പേരിൽ ഒരുത്തൻ ഇല്ലെങ്കിൽ പോലും, അവൻ അബ്സ്കോണ്ടഡ് ആയെങ്കിൽ പോലും വിചാരണ സമയത്ത് അവൻ്റെ അടുത്ത് ഇവിടെ വരാൻ പറഞ്ഞിട്ടും എന്താണ് പ്രൊക്ലമേഷൻ ഉണ്ടായിട്ട് പോലും അവൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അവനെയും കൂടി ചേർത്ത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഇതൊരു എന്ത് തരത്തിലുള്ളതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഇത് കൂട്ടവിചാരണയായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, നോക്കാം, കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എയും ബിയും ജോയിൻ്റ്ലി ട്രൈഡ് ഫോർ ദ മർഡർ ഓഫ് സി, ഈ രണ്ട് ഉദാഹരണങ്ങൾ നോക്കിയിരിക്കുക.
എയും ബിയും എയും ബിയെയും എന്താണ് ജോയിൻ്റ് ആയിട്ടാണ്, അതായത് കൂട്ടവിചാരണ നടത്താൻ പോവാണ്. ജോയിൻ്റ്ലി ട്രൈഡ് ഫോർ ദി മർഡർ ഓഫ് സി. അപ്പോൾ സിയുടെ മർഡറിന് എന്താണ് കൂട്ടവിചാരണ നടത്തുകയാണ്. ആരെയൊക്കെ? എയും ബിയും ആരെയാണ് കൊന്നത്? സി ആണ് കൊന്നത്. ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ്. ഓക്കെ, അത് തെളിയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, കൂട്ടത്തിൽ നിന്ന് എ പറയുകയാണ് ബി ആൻഡ് ഐ മർഡേർഡ് സി. ബിയും ഞാനും കൂടി ചേർന്നാണ് സിയെ കൊലപാതകം നടത്തിയത് എന്നങ്ങ് വിളിച്ചും കൂടി പറഞ്ഞു. അപ്പോൾ കോടതി പറയാണ് ദ കോർട്ട് കൺസിഡർ ദ ഇഫക്റ്റ് ഓഫ് ദിസ് കൺഫെഷൻ ആസ് അഗെയിൻസ്റ്റ് ബി. അപ്പോൾ എന്താണ്? ബി എ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ബി എന്താണ്? എ എന്താ പറഞ്ഞത്? ഞാനും ബിയും കൂടി ചേർന്നിട്ടാണ് സിയെ കൊലപാതകം നടത്തിയത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആർക്കൊക്കെ എതിരായിട്ട് ഉപയോഗിക്കും? എക്കെതിരെയും ഉപയോഗിക്കും, ബിക്കെതിരെയും കോടതിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഒരെണ്ണം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ. അപ്പോൾ ദ കോർട്ട് മേ കൺസിഡർ ദി ഇഫക്റ്റ് ഓഫ് ദിസ് എന്താണ്? ദ കോർട്ട് മേ കൺസിഡർ ദി ഇഫക്റ്റ് ഓഫ് കൺഫെക്ഷൻ മെയ്ഡ് ബൈ എ എന്നുള്ളത് പറയാണ്. ഇല്ലെങ്കിൽ കോർട്ട് ക്യാൻ യൂസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ദിസ് കൺഫെഷൻ എഗെയിൻസ്റ്റ് എ ആൻഡ് ബി, എഗെയിൻസ്റ്റ് ബി ആൻഡ് എ ഹിംസെൽഫ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന ബിക്കെതിരെയും എക്കെതിരെയും തന്നെ ഉപയോഗിക്കാമെന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ, ഫാൾസ് ആണോ, അതല്ലെങ്കിൽ പ്രസക്തമാണോ, പ്രസക്തമല്ലേ എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു കേസിനകത്ത് പ്രത്യേകം ആലോചിക്കേണ്ട കാര്യം കൂട്ടവിചാരണയാണ്. 24 അനുസരിച്ച് കൂട്ടവിചാരണയാണ് പോകുന്നത്. അടുത്തൊരു കേസ് പ്രോബ്ലം നോക്കുക. എ എന്ന് പറയുന്നത് എ ഈസ് ഓൺ ഹിസ് ട്രയൽ ഫോർ ദി മർഡർ ഓഫ് സി. എ എന്ന് പറയുന്ന, അതായത് ഇവിടെ കൂട്ടവിചാരണയില്ല, എ മാത്രമാണ് സി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തിന് മരണത്തിന് വിചാരണ നേരിടുന്ന ഒരാൾ എ മാത്രമാണ്. ആ സമയത്ത് എന്താണ്? മറ്റ് തെളിവുകളോ സാക്ഷികളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ദെയർ ഈസ് എവിഡൻസ് ടു ഷോ ദാറ്റ് സി വാസ് മർഡേർഡ് ബൈ എ ആൻഡ് ബി. എന്നാൽ അപ്പോൾ ഇവിടെ നിതിൻ മരിച്ചു. ഓക്കെ, ആ മരണത്തിൽ മതീഷിന് മാത്രമല്ല പങ്കുള്ളത്, മറ്റൊരാൾക്കും കൂടി പങ്കുണ്ട്. അതായത് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല എന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് ആരെന്നറിയാം, തെളിവ് ഇതുവരെയും കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് മതീഷ് വിളിച്ച് പറയാണ് അതിനകത്ത് ഉണ്ട്. അപ്പോൾ എന്താണ്? ആ ഒരു കേസിനകത്ത് ഇപ്പോൾ ആരെയാണ് ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമാണ് സിയുടെ കൊലപാതകത്തിന് ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എ പറയുകയാണ് എന്താണ്? എ ആൻഡ് എന്താണ് സി ദിസ് ഈസ് എന്താണ് there is evidence to show that C was murdered by A and B and that B said that A and I murdered C എന്നുള്ളതാണ്. എ അല്ല പറയുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ പുറത്തുനിന്ന് ഒരാൾ പറയാണ്, ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്, ബി ആണ് പറയുന്നത് എന്താണ്? ഞാനും എയും കൂടെ ചേർന്നാണ് സിയെ കൊന്നത് എന്ന് പറയുകയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യില്ല. കാരണം എക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഈസ് നോട്ട് ബീങ് ജോയിൻ്റ്ലി ട്രൈഡ്. ഇത് ബി എന്ന് പറയുന്നത് പുറത്ത് നിന്ന് വന്ന ഒരാൾ പറയുന്നതാണ്. അതിനെ സപ്പോർട്ടീവായിട്ടൊക്കെ ഇനി പുതിയ എവിഡൻസുകളൊക്കെ കൊണ്ടുവരണം. ആ എ പുറത്ത് നിന്ന് പറഞ്ഞ എ എന്ന് പറയുന്ന ആൾ എന്താണ്? ഇപ്പം നമ്മൾ കൂട്ടവിചാരണ നടത്തുകയല്ല. നമ്മുടെ എയും ബിയെയും പ്രതിക്കൂട്ടി കയറ്റി നിർത്തി ഒരുമിച്ച് നിർത്തി അല്ല വിചാരണ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരുമെന്ന്. അപ്പോഴും അല്ല. നമ്മുടെ വിചാരണ സമയത്തൊന്നും തന്നെ ഇവനെ കിട്ടിയിട്ടില്ല. നമുക്ക് പുറത്ത് നിൽക്കുകയാണ്. ഈ പറയുന്ന എ എന്ന് പറയുന്ന ഒരുത്തൻ അല്ലെങ്കിൽ മറ്റ് ബി എന്ന് പറയുന്ന ഒരാൾ പുറത്ത് നിൽക്കുകയാണ്. അവൻ അവിടെ നിന്നുകൊണ്ടാണ് പറയുന്നത് എന്താണ്? പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ കോടതിക്ക് പുറത്തുനിന്നല്ല, ആ കേസിൻ്റെ ഇതുവരെയുള്ള എന്താണ് അഡ്ജൂഡിക്കേഷൻ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ ട്രയൽ പ്രൊസീഡിങ്സിലോ ഈ ഇൻഫർമേഷൻ പോലീസ് കളക്ട് ചെയ്ത എവിഡൻസുകളുടെ ഇടയിൽ ഒന്നും തന്നെ ഇങ്ങനൊരു സാക്ഷി കിട്ടിയിട്ടില്ല. അല്ലാതെ കിട്ടുന്ന എവിഡൻസാണ്. അപ്പോൾ കൂട്ടവിചാരണ ഉള്ള സമയത്ത് മാത്രമേ കൂട്ടത്തിലൊരുത്തൻ മറ്റൊരുത്തനും കൂടെ പറ്റുന്ന കാര്യങ്ങൾ അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും കൂടെ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. അല്ലാതെ കൂട്ടവിചാരണ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ എന്താണ് വേറൊരാൾ പറയുന്നത് കോടതി അത്രയ്ക്ക് പരിഗണനയ്ക്ക് എടുക്കണം എന്ന് ഇല്ല. അതാണ് ഈ രണ്ട് പ്രോബ്ലത്തിൽ നിന്നുള്ള വ്യത്യാസം. അത് നന്നായിട്ടൊന്നും കൂടി നോക്കിക്കോണം. നല്ല രണ്ട് പ്രോബ്ലങ്ങളാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് സെക്ഷൻ 27 ഓൾറെഡി നമ്മൾ സെക്ഷൻ 26 പോയിട്ടുണ്ട്. സെക്ഷൻ 26 എന്ന് പറയുന്നത് ഇതായിരുന്നു. സെക്ഷൻ 26 സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ പേഴ്സൺസ് ഹു കനോട്ട് ബി കോൾഡ് ആസ് വിറ്റ്നസ് എന്നുള്ളതാണ്. അപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ തെളിവുകൾ കൊടുക്കും.
പക്ഷേ ഇവന്മാർ ഈ തെളിവുകളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്താണ് പിന്നീട് ഈ വിചാരണ സമയത്തൊക്കെ ആളെ കിട്ടാതായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ മരിച്ചു. അതായത് ഈ തെളിവ് കൊടുത്ത വ്യക്തികളെ അവരെ നമുക്ക് വിറ്റ്നസ്സായിട്ട് വിളിച്ച് നിർത്തി ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴൊക്കെ പ്രസക്തമാകണം എന്നുള്ളതാണ് സെക്ഷൻ 26 പറയുന്നത്. അപ്പം അത് ഒരു എന്താണ് ഒരാളുടെ അതായത് ഇപ്പം ഡൈയിങ് ഡിക്ലറേഷനൊക്കെ അവിടെയാണ് പറയുന്നത്. ഡൈയിങ് ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ മരണം മൊഴി പറയുന്ന ആൾ അവിടെ വെച്ച് മരിച്ചു പോവുകയാണ്. അപ്പം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറയുന്ന സാഹചര്യങ്ങളാണ് പ്രസക്തമാവുന്നത്. ആ പ്രസക്തമാകുന്ന സാഹചര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോൾ മാത്രമേ പ്രസക്തമാവുന്നുള്ളൂ. ഇനി അയാളെ എന്താണ് നമ്മൾക്ക് ചീഫ് എക്സാമിനേഷനും ക്രോസ് എക്സാമിനേഷനും ഒക്കെ ഇയാളെ വിളിച്ച് ഇവിടുത്തെ നിർത്തിക്കൊണ്ടുവന്ന് എന്താണ് വിചാരണ ചെയ്യാൻ ആളില്ല, ആൾ മരിച്ചുപോയി. എന്നിരുന്നാലും അയാൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ചില ഭാഗങ്ങൾ എന്താണ് ഇല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രസക്തമാണ്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ പേഴ്സൺ ഹു കനോട്ട് ബി കോൾഡ് ആസ് വിറ്റ്നസ് സെക്ഷൻ 26 എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളത് കഴിഞ്ഞ ഒരു ഏരിയ ആണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ് പറയുന്നതാണ് സെക്ഷൻ 27 റെലവൻസി ഓഫ് സർട്ടൻ എവിഡൻസ് ഫോർ പ്രൂവിങ് ഇൻ സബ്സീക്വൻറ്റ് പ്രൊസീഡിങ് ട്രൂത്ത് ഓഫ് ഫാക്ട് ദയറിൻ സ്റ്റേറ്റഡ് എന്നുള്ളതാണ്. ചില തെളിവിൻ്റെ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള അപ്പം റെലവൻസി ഓഫ് സർട്ടൻ എവിഡൻസ് അപ്പം ചില തെളിവുകളിൽ ഫോർ പ്രൂവിങ് ഇൻ സബ്സീക്വൻറ്റ് പ്രൊസീഡിങ് ട്രൂത്ത് ഓഫ് ഫാക്ട്സ് ദെയറിൻ സ്റ്റേറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ ചില തെളിവിൽ അതിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളുടെ സത്യാവസ്ഥ, അപ്പോൾ ചില ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ അതിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളുടെ സത്യാവസ്ഥ പിന്നീടുള്ള നടപടികളിൽ തെളിയിക്കുന്നതിനുള്ള പ്രസക്തി എന്നുള്ളതാണ്. ഒന്നും കൂടെ പറയാം, ചില തെളിവുകൾ കൊടുക്കും. നമ്മൾ എന്താണ് ഈ കോടതിക്ക് മുന്നിൽ എവിഡൻസ് കൊടുക്കും. ഓക്കെ, നമ്മളിവിടെ കൊടുത്ത എവിഡൻസ് നമ്മളവിടെ കൊടുത്തു. ഓക്കെ, എന്നാൽ അത് പിന്നീട് അതിൽ പറഞ്ഞ ചില സത്യാവസ്ഥകളുണ്ട്. ആ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന ചില നടപടികളിൽ തെളിയിക്കുന്നതിനുള്ള പ്രസക്തികളെക്കുറിച്ചാണത് പറയുന്നത്. ഓക്കെ, അവിടെ പറയുന്നു എവിഡൻസ് ഗിവൺ ബൈ വിറ്റ്നസ് ഇൻ എ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട്, കോടതിയുടെ ജുഡീഷ്യൽ പ്രൊസീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓർ ബിഫോർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ലോ ടു ടേക്ക് ഇറ്റ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിയമപ്രകാരം ഈ പറയുന്നത് നടപ്പിലാക്കാൻ എന്താണ് ഈ ഒരു ഓതറൈസേഷൻ ഇല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൽ എവിഡൻസ് എടുക്കാൻ അത് ടേക്ക് ചെയ്യാൻ എന്താണ് ഓതറൈസേഷൻ ഉള്ള ഒരാൾ ഇറ്റ് ഈസ് റെലവൻറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രൂവിങ് ഇൻ എ സബ്സീക്വൻറ്റ് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു തെളിവ് പറയുന്നു, എന്നാൽ ഇത് പിന്നീട് നമുക്ക് തെളിയിക്കപ്പെടേണ്ടതാണെങ്കിൽ ഓർ ഇൻ എ ലേറ്റർ സ്റ്റേജ് സെയിം ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. ആദ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടന്നു എന്ന് പറയുന്നു. ഓക്കെ, പിന്നീട് രണ്ടാമത് അപ്പോൾ എന്താണ് ഈ പറയുന്ന കൊലപാതകം എന്ന് ആളുടെ ബോഡി ഇതുവരെയും കിട്ടിയിട്ടില്ല. ആളുടെ ബോഡി കിട്ടിയാലേ കൊലപാതകമാണോ അല്ല സ്വാഭാവിക മരണമാണോ ഇവൻ പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ്, അത് തെളിയിക്കപ്പെടണം. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ട്രൂത്ത് ഓഫ് ദ ഫാക്ട് എന്ന് പറയുന്നത് വെൻ ദ വിറ്റ്നസ് ഈസ് ഡെഡ്. ഓക്കെ, വിറ്റ്നസ് സാക്ഷി മരിക്കുകയോ അല്ലെങ്കിൽ ഇയാളെ കണ്ടുപിടിക്കാൻ പറ്റാതാവുകയോ ചെയ്യുന്ന കേസുകളിൽ ഓർ ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഗിവിങ് എവിഡൻസ്, അതുമല്ല ഇവന് ഈ പറയുന്ന മൊഴി ഒന്നും കൂടെ കൊടുക്കാൻ പറ്റാതാകുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഓർ ഈസ് കെപ്റ്റ് ഔട്ട് ഓഫ് ദ വേ ബൈ ദ അഡ്വേഴ്സ് പാർട്ടി, അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടികളിൽ നിന്ന് അത് മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഓർ അതുമല്ലെങ്കിൽ ഹിസ് പ്രസൻസ് കനോട്ട് ബി ഒബ്റ്റൈൻഡ് വിത്തൗട്ട് ആൻ എമൗണ്ട് ഓഫ് ഡിലേ. അയാളുടെ ഒരു പ്രസൻസ് ഈ കോടതിയിലേക്ക് ഈ മൊഴി കൊണ്ട് തരാൻ വല്ല ആളുടെ എന്തായാലും ഉടനെയൊന്നും കിട്ടത്തില്ല, വിത്ത് ഒരു ഡിലേ ഉണ്ടെങ്കിൽ എന്താണ് അണ്ടർ ദീ സർക്കംസ്റ്റാൻസ് ഓഫ് ദ കേസ് ദ കോർട്ട് കൺസിഡേഴ്സ് അൺറീസണബിൾ എന്നുള്ളതാണ്. അപ്പോൾ പറയുന്നത് നമ്മൾ ചില ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചില വസ്തുതകൾ പറയും. ഓക്കെ, എന്നാൽ ഇത് പിന്നീട് ഇത് തെളിയിക്കണം. ഈ തെളിയിച്ചെടുക്കാനായിട്ട് എന്താണ് ഈ ആളില്ല, ഈ പറയുന്ന ആളേ ഇല്ല. ഒരാൾ വന്നിട്ട് പറയുകയാണ് ഇന്നതുപോലെ ഇന്ന സ്ഥലത്ത് ഞാൻ ഒരാളെ കുഴിച്ചിട്ടു ഇല്ലെങ്കിൽ കൊലപാതകം നടത്തി കുഴിച്ചിട്ടു എന്ന് പറയുകയാണ്. അതിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾക്ക് ഈ പറയുന്ന ബോഡി കിട്ടണം, ഇല്ലെങ്കിൽ ആൾ മരിച്ചതായിട്ട് എന്തെങ്കിലും റിപ്പോർട്ടുകൾ കിട്ടണം. അപ്പോൾ ഇനി ഈ പറയുന്ന ഈ
ഇപ്പോൾ വന്ന് മൊഴി കൊടുത്ത ആളും അങ്ങ് തട്ടിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇയാളിങ്ങനെ ഒരു കാര്യം പറഞ്ഞു, കോടതി എന്ന് നോക്കിയിട്ട് ഇത് തെളിയിക്കപ്പെടാൻ നോക്കിയിട്ട് ആളുടെ ബോഡിയും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, റെലവൻസി ഓഫ് സർട്ടൻ എവിഡൻസുകളാണ്, ചില തെളിവുകളുടെ പ്രസക്തിയാണ്. അപ്പോൾ ഈ തെളിവുകളെന്ന് പറയുന്നത് ആ തെളിവിനകത്ത് പറഞ്ഞിട്ടുള്ള ചില വസ്തുതകളുടെ സത്യാവസ്ഥ. ആ സത്യാവസ്ഥ എന്ന് പറയുന്നത് വസ്തുതകളുടെ പിന്നീടുള്ള നടപടികളിൽ തെളിയിക്കുന്നതിനുള്ള പ്രസക്തി. പിന്നീട് വരുന്ന നടപടികളിൽ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവന് വെളിവും വെള്ളിയാഴ്ചയും വേണം, ഇവൻ ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, ബോധത്തോടെ ഉണ്ടായിരിക്കണം, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ആൾ അവിടെ ഉണ്ടായിരിക്കണം. ഇവനെ ഇവനെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇയാൾക്ക് എവിഡൻസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ഇപ്പോൾ ഓർമ്മയില്ല, അല്ലെങ്കിൽ അവശ നിലയിൽ കിടക്കുകയാണെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഇയാളിൽ നിന്നും മാറ്റി എവിടെയെങ്കിലും ഒരിടത്ത് ദൂരെ ഒരാൾ എ എന്ന് പറയുന്നൊരു വ്യക്തിക്കെതിരെയാണ് മതീഷ് വന്ന് തെളിവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൈ കിട്ടിയ മതീഷിനെ തീർക്കും. അപ്പോൾ ഇയാളുടെ കയ്യിൽ പെടാതെ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കോർട്ട് ഇതെന്തായിട്ട് കൺസിഡർ ചെയ്യും? അൺറീസണബിളായിട്ട്, ഇവനൊക്കെ എന്തോ നീ വന്ന് പറയുന്നത് എന്ന് വിചാരിക്കും. ഇതിനകത്ത് ഒരു കാരണം ഇല്ല, അൺറീസണബിളാണ്, കാരണമില്ലാത്തതായ ഒരു ഇത് പറഞ്ഞതായിട്ട് കോടതി കൺസിഡർ ചെയ്യുള്ളൂ. എന്നാലും പ്രൊവൈഡഡ് ദാറ്റ് ദ പ്രൊസീഡിംഗ് വാസ് ബിറ്റ്വീൻ ദ സെയിം പാർട്ടീസ് ഓർ their representatives in the interest that the adverse party in the first proceeding had the right and opportunity to cross-examine and the questions in issue were substantially the same in the first as in the second proceedings. എന്നിരുന്നാലും ഒരുത്തൻ ആദ്യമേ ഇങ്ങനെ വന്ന് പറഞ്ഞു പോയെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന അടുത്ത പ്രൊസീഡിങ്സിലാണല്ലോ ഇത് തെളിയിക്കപ്പെടേണ്ട ബാധ്യത. അപ്പോൾ ഈ രണ്ടാമത്തെ കേസുകളിൽ ഇതേ പാർട്ടികൾ തന്നെയാണെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന പാർട്ടികൾക്ക് ആദ്യം പറഞ്ഞില്ലേ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തവനെ ക്രോസ് എക്സാമിനേഷനൊക്കെ നടത്താവുന്നതാണ്. ഒരു ക്രിമിനൽ ട്രയലോ ഇൻക്വയറി എന്നൊക്കെ പറയുന്നത് ഒരു പ്രോസിക്യൂട്ടറും അതല്ലാന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയും തമ്മിലുള്ള ഒരു ക്രിമിനൽ ട്രയൽ ഇൻക്വയറി എന്നൊക്കെ പറയുന്നത് ഈ സെക്ഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഒരു കേസിൻ്റെ വിചാരണ സമയത്താണ് മറ്റൊരു വസ്തുതയും കൂടി തെളിയിക്കപ്പെടാൻ സാധ്യമായിട്ടുള്ള ഒരു കാര്യം അങ്ങ് വിളിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അത് തെളിയിക്കണം. അപ്പോൾ ഇവൻ പറഞ്ഞ ഈ കാര്യം തെളിയിക്കണം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വിചാരണയിൽ ആദ്യം ഒരു കൊലപാതകത്തിൻ്റെ കേസിലാണ് നമ്മൾ മതീഷിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മതീഷ് പറയുകയാണ്, ഞാൻ ഇത് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഞാൻ ഈ പറയുന്ന വ്യക്തികളുടെ വീട്ടിലെ വേറൊരാളെ കൂടി കൊന്നിട്ടുണ്ട് എന്ന് പറയണം. അതിവർ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ എന്താണ്, ആ വിചാരണ സമയത്ത് മതീഷ് പറഞ്ഞ ആ തെളിവ് കൊടുത്തതിനകത്ത് മതീഷ് പറഞ്ഞൊരു വസ്തുതയാണ്. ആ വസ്തുത ഇനി രണ്ടാമത്തെ പ്രൊസീഡിങ്സിൽ അത് തെളിയിക്കണം. ആ തെളിയിക്കേണ്ട ബാധ്യതകളെക്കുറിച്ചും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി മതീഷ് പറഞ്ഞിട്ട് മതീഷിൻ്റെ പാട്ടിന് പോയി, മതീഷിനെ കണ്ടുകിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, തലയ്ക്ക് വെളിവില്ലാതായി പോയി കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തെളിയിക്കപ്പെടാൻ പറ്റിയില്ലെങ്കിൽ കോടതി അത് അൺറീസണബിളായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് സെക്ഷൻ 28 പറയുന്നത് എൻട്രീസ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് വെൻ റെലവൻ്റ് എന്നുള്ളതാണ്. ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിലെ എൻട്രികൾ എപ്പോഴാണ് പ്രസക്തമാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ സെക്ഷൻ 28 പറയുന്നത് ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ളവ അല്ലെങ്കിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കണക്ക് പുസ്തകങ്ങളുടെ അതിനകത്തുള്ള ഉൾക്കുറിപ്പുകൾ എപ്പോൾ പ്രസക്തമാണ് എന്നുള്ള ഇലക്ട്രോണിക് രൂപേണ സൂക്ഷിച്ചിട്ടുള്ള കണക്ക് പുസ്തകങ്ങളാണ്. അപ്പോൾ എന്താണ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്, അതാണ് കണക്ക് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻക്ലൂഡിങ് ദോസ് മെയിൻറ്റെയിൻഡ് ഇൻ ആൻ ഇലക്ട്രോണിക് ഫോം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, ഇലക്ട്രോണിക് രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കണക്ക് ബുക്കുകളിനകത്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണക്കും കാര്യങ്ങളും ഒക്കെ എപ്പോൾ പ്രസക്തമാണ് എന്നുള്ളത്. അത് റെഗുലർലി കെപ്റ്റ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് ആർ റെലവൻറ്റ്. സാധാരണഗതിയിൽ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നത്. അത് റെലവൻ്റ് ആണ് വെന്നെവർ ദേ റെഫർ ടു മാറ്റർ ഇൻ ടു വിച്ച് ദ കോർട്ട് ഹാസ് ടു ഇൻക്വയർ. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കോടതിയുടെ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട്, കോർട്ട് പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് അവിടെ പറയുന്ന കോർട്ടിൽ ഇൻക്വയറി വരുന്ന സമയത്ത് സച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഷാൽ നോട്ട് ബി എലോൺ ബി സഫിഷ്യൻറ്റ് എവിഡൻസ് ടു ചാർജ് എനി പേഴ്സൺ വിത്ത് ലൈ. എന്നാൽ ഓക്കെ,
ഒരു കോടതിയിൽ കോർട്ട് പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് എപ്പോഴാണ് വരുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള കേസ് എന്ന് പറയുന്നത്. കേസ് എപ്പോഴാണ് വരുന്നത്? രണ്ട് വ്യക്തികൾ തമ്മിൽ എന്താണ് ഈ അഭിപ്രായ വ്യത്യാസം വരുമ്പോഴാണ്, ഈ ഡിഫറൻസ് വരുമ്പോഴാണ്. അല്ലെങ്കിൽ അവന്മാർ രണ്ട് പേര് തമ്മിൽ ഇതെൻ്റെതാണ് അല്ല അത് അവൻ്റെതാണ്, ഇത് ഞാൻ പറയുന്നു ഈ പേന എൻ്റെയാണ്, മതീഷ് പറയുന്നു അല്ല മതീഷിൻ്റെ, ഞങ്ങൾ അടിപിടിയാവുന്നു. അപ്പോഴാണ് കോടതിക്ക് നമ്മൾ കേസ് എത്തുന്നത്. അടിപിടിയായി, ഞാനും കൊടുത്തു മതീഷിൻ്റെ മണ്ടയ്ക്ക്, എനിക്കും കിട്ടി, അങ്ങനെ കേസാവുന്നു. കേസാകുമ്പോൾ കോടതി എന്താ ശരിക്കും ചെയ്യുന്നത്? ഇഷ്യൂസ് ഫ്രെയിം ചെയ്യും. അതായത് കോടതി നോക്ക് എന്താണ് ഇവിടെ പ്രസക്തമായ വസ്തു, എന്താണ് വിവാദ വസ്തു, എന്താണ് ഇഷ്യൂ, എന്താണ് ഈ പേനയാണ്. ഈ പേന ആരുടേതെന്നാണ് പറയേണ്ടത്. അതാണ് കോടതി കണ്ടെത്തുന്നത്. അപ്പം എന്താണ് ടു ഹൂം ഇറ്റ് ബിലോങ്സ് എന്നുള്ളത് കോടതി നോക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടുപേരും തെളിവുകൾ കൊടുക്കും. അതൊക്കെയാണല്ലോ പറയുന്നത്. അതേപോലെ ഒരു ഇലക്ട്രോണിക് രൂപേണ സൂക്ഷിച്ചിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് എപ്പോഴാണോ ഇതുമായിട്ട് സംബന്ധിക്കുന്ന ഒരു ഇഷ്യൂ, ഒരു ഡിഫറൻസ് വരുന്നത്, രണ്ട് വ്യക്തികൾ തമ്മിൽ ഇതുമായി സംബന്ധിക്കുന്ന ഒരു ഇഷ്യൂ വരുന്നത് കോടതിയുടെ മുന്നിൽ എൻക്വയറിക്ക് വരുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രസക്തമാവുകയും എന്നാൽ അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം വെച്ചുകൊണ്ട് ഒരാൾക്കെതിരെയും ചാർജ് എടുക്കാൻ പറ്റാത്തതും ഇല്ല, പാടുള്ളതുമല്ല എന്നാണ്. അതായത് ബട്ട് സച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഷാൽ നോട്ട് ബി എലോൺ ബി സഫിഷ്യൻ്റ് എന്നുള്ളത്. അങ്ങനെ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിനകത്ത് ഒരു കണക്കിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടില്ലെങ്കിൽ അത് ചെയ്തതിനകത്ത് വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഇത് ചെയ്ത അക്കൗണ്ടിനെ പിടിച്ചുകൊണ്ടുപോയി അയാൾക്ക് മാത്രമേ ലയബിലിറ്റി കൊടുക്കാൻ പറ്റുന്നതുമല്ല. ഓക്കെ, ഒരു ഉദാഹരണം നോക്കാം. എ എന്ന് പറയുന്ന ആൾ ബിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നതാണ് ഫോർ 1000 rupees, 1000 രൂപയ്ക്കാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കൊടുക്കുമെന്നൊക്കെ ചോദിച്ചാൽ കൊടുക്കാനൊക്കെ പറ്റും. ആൻഡ് ഷോസ് എൻട്രീസ് ഇൻ അക്കൗണ്ട് ബുക്സ്. അത് മാത്രമല്ല, താണ്ടേ ഈ അക്കൗണ്ട് ബുക്കിനകത്ത് ഇവൻ അന്ന് കടം മേടിച്ചുകൊണ്ട് പോയത് താണ്ടേ എഴുതിയും വെച്ചിട്ടുണ്ട്, എഴുതി ഒപ്പിട്ടും തന്നിട്ടുണ്ട്. ഷോയിങ് ബി ടു ബി ഇൻഡപ്റ്റഡ് ടു ഹിം, അതായത് കണ്ടോ ബി ഇത് മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് കടക്കാരനാണ് ടു ദിസ് എമൗണ്ട്. അപ്പോൾ ഈ എമൗണ്ടിന്, ഈ 1000 rupeesന് ബി എന്ന് പറയുന്ന ആൾ, മതീഷ് എന്ന് പറയുന്ന ആൾ എനിക്ക് കടക്കാരനാണ്. ദ എൻട്രീസ് ആർ റെലവൻറ്റ്. ഓക്കെ, അതിനകത്ത് കാണിച്ചിരിക്കുന്ന എൻട്രികളൊക്കെ റെലവൻ്റ് ആണ്, ബട്ട് ആർ നോട്ട് സഫിഷ്യൻറ്റ് വിത്തൗട്ട് അതർ എവിഡൻസ് ടു പ്രൂവ് ദ ഡെപ്റ്റ് എന്നുള്ളതാണ്. എന്നാൽ അപ്പോൾ എന്താണ്, എനിക്ക് മതീഷിൻ്റെ സിഗ്നേച്ചറൊക്കെ അടിപൊളിയായിട്ട് അറിയാം, ഞാൻ അടിപൊളിയായിട്ട് സിഗ്നേച്ചറൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ബുക്കിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന എൻട്രികളൊക്കെ ഓക്കെയാണ്. പക്ഷേ ആ എൻട്രികൾ കൊണ്ട് മാത്രം മതീഷ് എനിക്ക് 1000 rupees തരാനുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റില്ല. അത് ആ ഒരു എവിഡൻസ് മാത്രം സഫിഷ്യൻ്റ് അല്ല. ഇനി ഓക്കെ 1000 രൂപ മേടിച്ചിട്ടുണ്ട്, ഞാൻ ആ 1000 രൂപ പറഞ്ഞ ഡേറ്റിൽ തന്നെ മതീഷിന് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോമിസറി നോട്ട് എഴുതി തന്നിട്ടുണ്ട് എങ്കിൽ അതിന് പ്രസക്തിയുണ്ട്. മറ്റ് തെളിവുകളും കൂടി ഉണ്ടെങ്കിൽ അതിന് പ്രസക്തിയുണ്ട്. ഓക്കെ, അടുത്ത ആളാണ് സെക്ഷൻ 29 പറയുന്നു, റെലവൻസി ഓഫ് എൻട്രി ഇൻ പബ്ലിക് റെക്കോർഡ് ഓർ ആൻ ഇലക്ട്രോണിക് റെക്കോർഡ് മെയ്ഡ് ഇൻ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി എന്നുള്ളതാണ്. അതായത് കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എന്താണ് കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായി? ദാറ്റ് മീൻസ് എന്താണ്, ഈ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്തായിട്ട് പബ്ലിക് റെക്കോർഡിലോ അതല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് റെക്കോർഡിലോ ചേർത്ത്, പബ്ലിക് റെക്കോർഡിലോ ഇലക്ട്രോണിക് റെക്കോർഡുകളിലോ ചേർത്തിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളുടെ ഇല്ലെങ്കിൽ അതിൽ ചേർത്തിട്ടുള്ള കണ്ടൻറ്റിൻ്റെ പ്രസക്തി എന്നുള്ളതാണ്. റെലവൻസി ഓഫ് എൻട്രി ഇൻ പബ്ലിക് റെക്കോർഡ് ഓർ ആൻ ഇലക്ട്രോണിക് റെക്കോർഡ് മെയ്ഡ് ഇൻ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു എൻട്രി മേക്ക് ചെയ്യുന്നു, അതെവിടെയാണ് പബ്ലിക് അതായിട്ടോ അതല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ബുക്കിലോ അതല്ലെങ്കിൽ രജിസ്റ്ററിലോ രജിസ്റ്റർ റെക്കോർഡിലോ അതല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് റെക്കോർഡുകളിലോ നമ്മൾ എൻട്രീസ് മേക്ക് ചെയ്യുന്നു. പറയുന്ന കാര്യം ഇതാണ്, നമ്മളൊരു പ്രസക്തമായ വസ്തുവിനെക്കുറിച്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള വസ്തുതകളെക്കുറിച്ച് പറയുന്നു. ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് ഒരു പബ്ലിക് സെർവൻ്റാണ്. ഇയാളിത് മേക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അയാളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സ്പെഷ്യലി എൻജോയ് അല്ലെങ്കിൽ ഓതറൈസേഷനുള്ള എനിക്ക് പകരം ഇത് ചെയ്യാൻ പറ്റുന്ന മറ്റേതെങ്കിലും ഒരു പേഴ്സണാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റർ അങ്ങനെയുള്ള ബൈ ദ ലോ ഓഫ് ദ കൺട്രി ഇൻ വിച്ച് ആ ഒരു ബുക്കും രജിസ്റ്ററും റെക്കോർഡുകളും ഇലക്ട്രോണിക് റെക്കോർഡുകളും എല്ലാം ആ ബുക്കിന് രജിസ്റ്റർ ഇലക്ട്രോണിക് റെക്കോർഡുകൾ ഒക്കെ പ്രസക്തമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സർവേ
സർവേ ഓഫീസർ ആഫ്റ്റർ സർവേ രജിസ്റ്ററിൽ എൻട്രീസ് മേക്ക് ചെയ്യുന്നു. പബ്ലിക് ഓഫീസറാണല്ലോ. ആ ബുക്ക് എന്ന് പറയുന്ന സർവേ റെക്കോർഡ് എഴുതുന്ന ബുക്ക് എന്ന രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റെക്കോർഡും ആണല്ലോ. സോ അതിനകത്തുള്ള ആ ബുക്കും അതിൻ്റെ എൻട്രികളും എന്താണ്, പ്രസക്തമാണ്. അപ്പോൾ ഈ സർവേ ഓഫീസർ എന്ന് പറഞ്ഞ അദ്ദേഹം ആ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ആ രജിസ്റ്ററിൽ മേക്ക് ചെയ്യാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണത്. അപ്പോൾ ആ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരൻ അതിനകത്ത് എൻട്രീസ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തയാണ് സെക്ഷൻ 30 പറയുന്നു എന്താണ്, റെലവൻസി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ മാപ്പ്, ചാർട്ട് ആൻഡ് പ്ലാൻസ്. അതായത് ഭൂപടങ്ങളിലും ചാർട്ടുകളിലും പ്ലാനുകളിലും ഒക്കെ ഉള്ള പ്രസ്താവനകളുടെ പ്രസക്തി. എവിടെയൊക്കെയാണ്? റെലവൻസി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ മാപ്പ്, ചാർട്ട് ആൻഡ് പ്ലാൻസ് എന്നുള്ളതാണ്. അപ്പം അത് പ്രസക്തമാണോ? മാപ്പിലും ചാർട്ടിലും പ്ലാനുകളിലും ഒക്കെയുള്ള അടങ്ങിയിട്ടുള്ള വസ്തുതകൾ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ്, എന്ത് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്? ഫാക്റ്റ് ഇൻ ഇഷ്യൂ അല്ലെങ്കിൽ റെലവൻറ്റ് ഫാക്റ്റ്, പ്രസക്തമായ വസ്തുതകൾ ഉൾപ്പെടുന്നതോ വിവാദമായിട്ടുള്ള വസ്തുതകൾ ഉൾപ്പെടുന്നതോ ആയിട്ടുള്ള ഒരു ചാർട്ടിൻ്റെ ഭാഗമോ മാപ്പിൻ്റെ ഭാഗമോ ഒക്കെ ആയിക്കൊള്ളട്ടെ, മേഡ് അല്ലെങ്കിൽ പബ്ലിഷ്ഡ് ഇൻ മാപ്പ് ഓർ ചാർട്ട് ജനറലി ഓഫേർഡ് ഫോർ പബ്ലിക് സെയിൽ. നമ്മൾ കാണാമല്ലോ, ഇപ്പം ഇടയ്ക്ക് വെച്ചൊക്കെ കേസാവില്ലേ, അപ്പം എന്താണ്, ശ്രീനഗറില്ലാത്ത ഭൂപടം വിറ്റു ഇല്ലെങ്കിൽ ജമ്മു കാശ്മീർ ഇല്ലാത്ത ഭൂപടം വിറ്റു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിലോ ചാർട്ടിലോ ജനറലി ഉൾപ്പെടുന്ന കാര്യം ഇത് പബ്ലിക്കിന് സെയിലിന് പോകുന്നതാണ്. അതല്ലെങ്കിൽ ഈ പ്ലാനുകൾ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അതല്ലെങ്കിൽ ഈ മാപ്പ് ഓർ പ്ലാൻ ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയും കീഴിലാണെങ്കിൽ അതിലുൾപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് യൂഷ്വലി റെപ്രസെൻറ്റ് ഓർ സ്റ്റേറ്റഡ് ഇൻ സച്ച് മാപ്സ്, ചാർട്ട് ഓർ പ്ലാൻസ് ആർ ദംസെൽസ് റെലവൻറ്റ് ഫാക്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭൂപടങ്ങൾ, മാപ്പുകളൊക്കെ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത് അത് പ്ലാനുകളും മാപ്പുകളൊക്കെ ഇപ്പോൾ ഒരു സിറ്റി പ്ലാൻ ഇല്ലെങ്കിൽ സിറ്റിയുടെ മാപ്പ് എന്ന് പറയുന്നത് അത് ഓതറൈസേഷൻ അനുസരിച്ചിട്ടാണ് അത് പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് സെയിലിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രസക്തമാണ്, ആ മാപ്പും പ്രസക്തമാണ്, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പ്രസക്തമാണ്. അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഈ ഇഷ്യൂസ് വരുമ്പോൾ കോടതിക്ക് ഇതിനെ പരിഗണിക്കാം. ഓക്കെ, അടുത്തതാണ് സെക്ഷൻ 31, റെലവൻസി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് ടു ഫാക്ട് ഓഫ് പബ്ലിക് നേച്ചർ കണ്ടെയ്ൻഡ് ഇൻ സർട്ടൻ ആക്ട്സ് ഓർ നോട്ടിഫിക്കേഷൻ. അതായത് ചില നിയമങ്ങളിൽ പറയുന്നത് ചില ആക്റ്റുകളിൽ, വിജ്ഞാപനങ്ങളിൽ അതിലൊക്കെ അടങ്ങിയ പൊതു സ്വഭാവമുള്ള വസ്തുതകളുടെ പ്രസക്തി. എവിടെയൊക്കെയാണ് പറയുന്നത്? ഈ പൊതു സ്വഭാവമുള്ള വസ്തുതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൻ ആക്ട് ഓർ നോട്ടിഫിക്കേഷൻസ് എന്നാണ്. ചില നിയമങ്ങളിൽ, വിജ്ഞാപനങ്ങളിൽ ഒക്കെ അടങ്ങിയിട്ടുള്ള വസ്തുതകൾ, റെലവൻസി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റുകളുടെ പ്രസക്തിയാണ്. അത് ഏത് നേച്ചറിലുള്ളതാണ്? പബ്ലിക് നേച്ചറിലുള്ളതാണ്. അപ്പോൾ പബ്ലിക് നേച്ചറിലുള്ള നിയമങ്ങളിലോ വിജ്ഞാപനങ്ങളിലോ അടങ്ങിയിട്ടുള്ള വസ്തുതകളുടെ പ്രസക്തി. അപ്പോൾ എപ്പോഴാണോ ഒരു കോടതിക്ക് ഒരു ഡൗട്ട് തോന്നുകയാണ്, വെൻ ദ കോർട്ട് ഹാസ് ഫോം ആൻ ഒപ്പീനിയൻ ആസ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് എനി ഫാക്ട് ഓഫ് എ പബ്ലിക് നേച്ചർ, എനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇറ്റ് മെയ്ഡ് ഇൻ എ റെസൈറ്റൽ കണ്ടെയ്ൻഡ് ഇൻ എനി സെൻട്രൽ ആക്ട് ഓർ സ്റ്റേറ്റ് ആക്ട് or in a central government or state government notification appearing in the respective official gazette or in any printed paper or electronic digital form purporting to be such gazette is a relevant fact എന്നുള്ളതാണ്. അപ്പോൾ കോടതിക്ക് ഒരു സംശയം ഒരു നിയമത്തിൽ ഒരു ഡൗട്ട് തോന്നുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുമായി സംബന്ധിച്ച വിജ്ഞാപനങ്ങളുണ്ടെങ്കിൽ ആ നിയമവുമായി സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഇറക്കിയ നോട്ടിഫിക്കേഷൻസോ ആ നിയമങ്ങൾ തന്നെയോ ആ ആക്ട് എന്ന് പറയുന്നത്, ബെയർ ആക്ട് ഉണ്ടല്ലോ, ആ ആക്ട് അത് ചിലപ്പോൾ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്, ചെയ്യും. അപ്പോൾ ആ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതും അല്ലാതെ പ്രിൻ്റഡ് ഫോമിലുള്ളതുമായിട്ടുള്ള എല്ലാ നിയമങ്ങളും വിജ്ഞാപനങ്ങളും ഒക്കെ കോടതിക്ക് എടുത്തു വെച്ച് വായിച്ച് നോക്കാം. അപ്പോൾ ഒരു നിയമത്തിൽ എപ്പോഴാണ് നമ്മൾ വിചാരിക്കും കോടതിക്ക് നിയമത്തിൽ ഡൗട്ട് വരും, പിന്നെന്താ തീർച്ചയായിട്ടും ഡൗട്ട് വരും. അതിനകത്ത് വാക്കുകളിനകത്തൊക്കെ എവിടെയെങ്കിലും ചില പോയിന്റുകളിലൊക്കെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണോ നിയമത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കോടതിക്ക് അതെടുത്ത് വെച്ച് വായിച്ച് നോക്കണ്ടേ. അപ്പോൾ ആ പുസ്തകം കൊണ്ടുവരണം, അതെടുത്ത് വെച്ച് വായിച്ച് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന
കാര്യങ്ങൾ പ്രസക്തമാണ്, ആ ബുക്കും പ്രസക്തമാണ്, അതുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളും പ്രസക്തമാണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് നമ്മൾ ഈ പ്രസക്തമാണ് റെലവൻ്റ് ആണ് എന്ന് പറയുന്നത്, ഈ റെലവൻ്റായ വസ്തുതകൾ മാത്രമേ കോടതി തെളിവായിട്ട് കോടതി അത് അതിൻ്റെ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് തെളിവായിട്ട് സ്വീകരിക്കത്തുള്ളൂ. അത്രയേ ഉള്ളൂ കുഴപ്പം. നമ്മളുടെ ലാസ്റ്റ് പോയിന്റ് ഇതാണ്. സെക്ഷൻ 32 ആണ്. അതായത് റെലവൻസി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് ടു എനി ലോ കണ്ടെയ്ൻഡ് ഇൻ എനി ലോ ബുക്സ് ഇൻക്ലൂഡിങ് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ഫോം എന്നുള്ളതാണ്. തൊട്ട് മുമ്പേയും ലോകളെക്കുറിച്ചും പൊതുവിജ്ഞാപനങ്ങളെയും നിയമങ്ങളെയും കുറിച്ചും തന്നെ ബുക്കുകളെയും കുറിച്ച് പറഞ്ഞെങ്കിൽ ഇവിടെയും പറയുന്നത് ഏതെങ്കിലും നിയമത്തെക്കുറിച്ച് നിയമപുസ്തകങ്ങളിൽ അടങ്ങിയിട്ടുള്ള പ്രസ്താവനകളുടെ പ്രസക്തി. അപ്പോൾ എന്താണ് നിയമത്തെക്കുറിച്ച് നിയമപുസ്തകങ്ങളിൽ അടങ്ങിയിട്ടുള്ള പ്രസ്താവനകളുടെ പ്രസക്തി? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതീയ സാക്ഷ്യാധിനിയം. അപ്പോൾ BSAയുടെ ആക്ടിനകത്ത് എന്തെങ്കിലും പ്രൊവിഷൻസിനകത്ത് ഒരു ഡൗട്ടുണ്ട്, സെക്ഷൻ 32 പറഞ്ഞ് വായിച്ചു വന്നപ്പോൾ കോടതിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, അപ്പോൾ വെൻ ദ കോർട്ട് ഹാസ് ടു ഫോം ആൻ ഒപ്പീനിയൻ ആസ് ടു ലോ ഓഫ് എനി കൺട്രി, അപ്പം നമ്മൾക്ക് ഇന്ത്യ രാജ്യത്തിരുന്നുകൊണ്ട് ഇവിടുത്തെ നിയമം തന്നെ ആകണമെന്നില്ല. അപ്പോൾ ഫോറിൻ ലോകളിലും കോടതികളുടെ പരിഗണനയിൽ വരും. അപ്പോൾ അവിടുത്തെ നിയമങ്ങളും കോടതിക്ക് ഇതുപോലെ എടുത്തു വെച്ച് പരിശോധിക്കാം. Any statement or any such law contained in a book purporting to be printed or published, including in electronic or digital form എന്നുള്ളതാണ്. ഓക്കെ, അത് ചുമ്മാതെ അത് ആരെങ്കിലും വഴിയെ പോകുന്നവന്മാർ ഇത് പ്രിൻ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അണ്ടർ ദ അതോറിറ്റി ഓഫ് ഗവൺമെൻറ് ഓഫ് സച്ച് കൺട്രി ആൻഡ് ടു കണ്ടെയ്ൻ എനി സച്ച് ലോ ആൻഡ് എനി റിപ്പോർട്ട് ഓഫ് റൂളിംഗ് ഓഫ് ദ കോർട്ട്സ് ഓഫ് സച്ച് കൺട്രി എന്നുള്ളതാണ്. ഈ സച്ച് കൺട്രി, എനി കൺട്രി എന്ന് പറയുന്നത് സെക്ഷൻ 32 എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെയുള്ള നിയമങ്ങളും ആ നിയമപുസ്തകത്തിനകത്ത് വരുന്ന സംശയത്തിൻ്റെ ഭാഗമുള്ള വസ്തുതകളും മാത്രമല്ല, ഇനി ഫോറിൻ കൺട്രികൾക്ക്. അപ്പം നമ്മൾ വിചാരിക്കും ഫോറിൻ കൺട്രികൾ ഉണ്ട്, കാരണം നമ്മൾക്ക് എന്തുണ്ട്, നമ്മൾ ഫോറിൻ ലോകളും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോടതികൾ ഡീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രാജ്യത്തെ നിയമത്തെക്കുറിച്ച് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ അവിടുത്തെ ഏത് രാജ്യമാണോ ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുള്ള നിയമപുസ്തകങ്ങൾക്കായിരിക്കും പ്രസക്തി ഉള്ളത്. അത് ഏത് രൂപത്തിലും ആകാം, ബുക്കായിട്ടിരിക്കാം, ഇലക്ട്രോണിക്കോ ഡിജിറ്റൽ രൂപേണയോ ഇരിക്കാവുന്നതാണ്. അതിൻ്റെ അവിടെ പറയുന്ന റൂളിങ്സുകൾ ആ ഏതെങ്കിലും പ്രൊവിഷനുമായിട്ട് സംബന്ധിച്ച് കോടതിയുടെ പ്രീസിഡൻറ്റുകൾ, പല കേസിൻ്റെ വിധികളിലൂടെ വന്നിട്ടുള്ള ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രൊവിഷനിൽ കോടതി ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ വിധികളോ ഒക്കെയാണ് റെലവൻ്റ് ആയിട്ടുള്ള വസ്തുതകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 32 ഇതാ പറഞ്ഞത് ഏതെങ്കിലും നിയമത്തെക്കുറിച്ച് നിയമപുസ്തകങ്ങളിൽ അടങ്ങിയിട്ടുള്ള പ്രസ്താവനകളുടെ പ്രസക്തിയാണ് സെക്ഷൻ 32. ഇനി സെക്ഷൻ 31 എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? 31 പറഞ്ഞ് ചില ആക്റ്റുകളിലോ വിജ്ഞാപനങ്ങളിലോ അടങ്ങിയ പൊതു സ്വഭാവമുള്ള വസ്തുത സംബന്ധിച്ച പ്രസ്താവനകളുടെ, അപ്പോൾ ആക്റ്റുകളിലോ വിജ്ഞാപനങ്ങളിലോ അടങ്ങിയിട്ടുള്ള പൊതു സ്വഭാവമുള്ള വസ്തുതകളെ സംബന്ധിച്ച പ്രസ്താവനകളുടെ പ്രസക്തി, അതാണ് 31 പറഞ്ഞത്. 30 എന്തായിരുന്നു പറഞ്ഞത്? ഭൂപടങ്ങളിലും ചാർട്ടുകളിലും പ്ലാനുകളിലുമുള്ള അപ്പോൾ റെലവൻസി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ മാപ്പ്, ചാർട്ട് ആൻഡ് പ്ലാൻസ്, അതായിരുന്നു 30 പറഞ്ഞത്. 29 എന്തായിരുന്നു പറഞ്ഞത്? പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി, കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് പബ്ലിക് റെക്കോർഡിലോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡിലോ അതിൽ ചേർക്കപ്പെട്ട ചില ഇലക്ട്രോണിക് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രസക്തി, അതാണ് 29 പറഞ്ഞത്. ഓക്കെ, 28 എന്തായിരുന്നു? ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഉൾപ്പെടെയുള്ള കണക്ക് ബുക്കുകളുടെ അതിൻ്റെ ഉൾക്കുറിപ്പുകളുടെ പ്രസക്തിയെക്കുറിച്ചാണ്. എൻട്രീസ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് വെൻ റെലവൻറ്റ്, ആ ബുക്സ് ഓഫ് അക്കൗണ്ട് അത് ബുക്കായിട്ടും ഇരിക്കാം, ഫിസിക്കൽ ഫോമിലും ഇരിക്കാം, ഇലക്ട്രോണിക് ഫോമിലും ഇരിക്കാം, അതിൻ്റെ പ്രസക്തിയായിരുന്നു 28. 27 ഇതായിരുന്നു പറഞ്ഞത്, ചില തെളിവിൽ അതിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളുടെ സത്യാവസ്ഥ പിന്നീടുള്ള നടപടികളിൽ എങ്ങനെ തെളിയിക്കണം എന്നുള്ളതായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 27 പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും ഫസ്റ്റായിരുന്നു പറഞ്ഞത് കൺഫെഷൻ. 24 ആയിരുന്നു പറഞ്ഞത്, കുറ്റസമ്മതം നടത്തുന്ന ആളെയും ഒരേ കുറ്റത്തിന് കൂട്ടായി വിചാരണ ചെയ്യുന്ന ചെയ്യപ്പെടുന്ന മറ്റാളുകളെയും ബാധിക്കുന്നതും തെളിയിക്കപ്പെടുന്നതുമായ കുറ്റസമ്മതത്തിൻ്റെ പരിഗണന, അതായിരുന്നു 24. കൺസിഡറേഷൻ ഓഫ് പ്രൂവ്ഡ് കൺഫെഷൻ affecting person making it and others jointly under trial for same offense എന്നുള്ളതാണ്. അപ്പോൾ കുറ്റസമ്മതം നടത്തുന്ന ആളെയും
ഒരേ കുറ്റത്തിന് കൂട്ടായി വിചാരണ ചെയ്യപ്പെടുന്ന മറ്റാളുകളെയും ബാധിക്കുന്നതും തെളിയിക്കപ്പെട്ടതുമായ കുറ്റസമ്മതത്തിൻ്റെ പരിഗണനയായിരുന്നു സെക്ഷൻ 24. പിന്നെ 23 എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള കുറ്റസമ്മതം, സെക്ഷൻ 23. പിന്നെ ഇന്ന് നമ്മൾ കണ്ട ഫസ്റ്റ് സെക്ഷൻ ഇതായിരുന്നു. എന്താണ്? കൺഫെഷൻ, പ്രചോദനമോ ഭീഷണിയോ വാഗ്ദാനമോ വഴിയായുണ്ടായ കുറ്റസമ്മതം ക്രിമിനൽ നടപടിയിൽ എപ്പോൾ പ്രസക്തമാണെന്ന്. എന്തൊക്കെയാണ്? പ്രചോദനമോ ഭീഷണിയോ വാഗ്ദാനമോ വഴി ഉണ്ടായ കുറ്റസമ്മതം എപ്പോഴാണ് ക്രിമിനൽ നടപടിയിൽ എപ്പോൾ പ്രസക്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട്, ത്രെട്ടനിങ് ഉണ്ട് എന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇറലവൻ്റ് ആണ്. അതിന്മേലുള്ള ഡൗട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ്? ആ ഭാഗം പ്രസക്തമാണ്. ഓക്കെ, സോ ദീസ് ആർ ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമുക്കപ്പോൾ ഇനി കുറച്ചും കൂടി നമ്മുടെ സിലബസ് അനുസരിച്ച് കുറച്ച് പോർഷൻസ് കൂടിയുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കേൾക്കാം. ഓക്കെ, ബൈ.